ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ലഞ്ച് റെസിപ്പിയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി മുളക് ഉപയോഗിച്ചൊരു പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. പുളിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. തൈര് എടുത്തു വെച്ചിട്ടുണ്ട്, കരിവേപ്പില, ചുവന്ന മുളക്, പിന്നെ നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആയ കാന്താരി. ഞാനൊരു 5-6 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എരിവിൻ്റെ ലെവൽ അനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, കടുക്, ജീരകം, ഉലുവ, ആവശ്യത്തിന് ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും ആവശ്യം വരും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാന്താരി മുളകും തൈരും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ തൈര് ഞാൻ കാന്താരി മുളക് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കടുകും ജീരകവും ഉലുവയും കൂടെ ചേർക്കാം. ഇനി ഇത് പൊട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കരിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. തീ നന്നായിട്ട് കുറയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ച് തൈര് ചേർക്കാം. ടെമ്പറേച്ചർ സ്റ്റോവിന്റെ ഏറ്റവും ചെറിയ സെറ്റിംഗിൽ, സിമർ സെറ്റിംഗിൽ വേണം നമ്മൾ ഈ തൈര് ഒഴിക്കുമ്പോൾ വെക്കാൻ. എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിക്കാം. എല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് തൈര് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പൊ അതിങ്ങനെ ഇത്തിരി തൈര് എടുത്തിട്ട് കയ്യിൽ വെച്ച് നോക്കി അറിയണം അതൊന്ന് ചൂടായിട്ടുണ്ടാവും. ചൂടായി കഴിഞ്ഞെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. പുളിശ്ശേരി റെഡിയാണ്. അപ്പോൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ തോരനോ മെഴുക്കുവരട്ടിയുടെ കൂടെയൊക്കെ ഊണിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.